ഭൂമി കുംഭകോണം ജനകീയ ഒപ്പുശേഖരണത്തിന്റെ ഉദ്ഘാടനം സുരേഷ് ഗോപി നിർവഹിച്ചു. സമയക്കുറവും സാഹചര്യ പ്രശ്നങ്ങളും ഇനി ചികിത്സ തേടുന്നതിന് ഒരു തടസ്സമേയല്ല. ലാബ്സ് MHLന്റെ എല്ലാ സ്ഥാപനങ്ങളിലും ഓൺലൈൻ ഡോക്ടർ കൺസൾട്ടേഷൻ ലഭ്യമാണ്. ദേശീയ പട്ടികജാതി കമ്മീഷൻ നൽകാനുള്ള ഹർജിയുടെ ജനകീയ ഒപ്പുശേഖരണം ചാപ്പാറ ITC കോളനിയിലുള്ള കളപ്പാടി സുധീഷിന്റെ വീട്ടിൽ വെച്ച് നടന്നു. സുധീഷിന്റെ ഭാര്യ മിനി ജനകീയ ഒപ്പുശേഖരണത്തിൽ ആദ്യ ഒപ്പുവെച്ചു. കൊടുങ്ങല്ലൂർ നഗരസഭ പട്ടികജാതിക്കാർക്ക് വേണ്ടി 1 കോടിയിൽ പരം രൂപ ചെലവഴിച്ച് വാങ്ങിയ ഭൂമി വീട് വയ്ക്കാനോ മറ്റോ പറ്റാത്ത ചതുപ്പു നിലമാണ്. കൂടാതെ വഴി പോലുമില്ലാത്ത ഭൂമിയാണ് വാങ്ങിയതെന്ന ആരോപണവുമുണ്ട്. ഭൂമി കുംഭകോണത്തിനെതിരെ BJP സമരമുഖത്താണ്. പട്ടികജാതി ദേശീയ കമ്മീഷനും കേന്ദ്ര ഗവൺമെന്റിനും നൽകാനാണ് ജനകീയ ഒപ്പുശേഖരണം നടത്തുന്നത്. തൃശൂർ സൗത്ത് ജില്ലാ പ്രസിഡന്റ് AR ശ്രീകുമാർ, മണ്ഡലം പ്രസിഡന്റ് ER ജിതേഷ്, നഗരസഭാ പ്രതിപക്ഷ നേതാവ് TS സജീവൻ, പൊതുമരാമത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ON ജയദേവൻ, രശ്മി ബാബു, C സുമേഷ്, IS മനോജ്, TJ ജെമി എന്നിവരും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്കൊപ്പമുണ്ടായിരുന്നു. ദേശീയ പട്ടികജാതി കമ്മീഷൻ മുൻപാകെ കൊടുങ്ങല്ലൂർ നഗരസഭയിലെ പട്ടികജാതി ജനവിഭാഗം സമർപ്പിക്കുന്ന സങ്കട പരാതി. കൊടുങ്ങല്ലൂർ നഗരസഭയുടെ ജനകീയ ആസൂത്രണ പദ്ധതി പ്രകാരം ഭൂമിയും വീടുമില്ലാത്ത പട്ടികജാതി ജനവിഭാഗത്തിന്റെ പുനരധിവാസത്തിനായി വീട് നിർമ്മിക്കുന്നതിന് വേണ്ടി 2010, 11, 12, 13 വർഷങ്ങളിൽ 1 കോടി രൂപ ചിലവ് മനുഷ്യവാസത്തിന് യോഗ്യമല്ലാത്ത ചതുപ്പും ചെളിയും നിറഞ്ഞ ജനസംഖ്യയിൽ നിറഞ്ഞ തോടുകൾ നിറഞ്ഞ ഭൂമിയിലാണ് നഗരസഭ ഭരിച്ചിരുന്നത്. LDF ഭരണസമിതി വാങ്ങിയത് മാത്രവുമല്ല, മേൽപ്പറഞ്ഞ ഭൂമിയിലേക്ക് സഞ്ചാരം സൗകര്യത്തിന് നടന്ന് വഴി പോലുമില്ലാത്തതാണ്. ഈ ഭൂമി വാങ്ങി കൊള്ളയടിച്ച് പണം തിരിച്ച് പിടിച്ച് പട്ടികജാതി ജനവിഭാഗത്തിൻ്റെ പുനരധിവാസം സാധ്യമാക്കുമെന്നും കുറ്റക്കാർക്കെതിരെ ശക്തമായ നിയമ നടപടി സ്വീകരിക്കണമെന്നും താഴെ ഒപ്പിടുന്നു. ഞങ്ങൾക്ക് നീതി ലഭിക്കണമെന്നും അങ്ങയോട് വിനീതമായി അപേക്ഷിക്കുന്നു. ഇത് ഇലക്ഷനുമായിട്ട് യാതൊരു ബന്ധവും. ഇത് അവരുടെ അവകാശത്തിന് അത് തരം മാറ്റി കിട്ടുകയോ നമുക്ക് കണ്ടല്ലോ എന്നൊക്കെ പറയുമ്പോൾ അത് അസാധ്യം. അതിന് പകരം എന്താണോ ഇവരെ സുഖിപ്പിച്ച് നേടാമെന്ന് വിചാരിച്ച് വഞ്ചിക്കപ്പെട്ടവരാണെങ്കിൽ ആ വഞ്ചന അകറ്റണം, ആ വഞ്ചന ഇല്ലായ്മ ചെയ്യണം. വഞ്ചന എന്ന് പറയുന്ന ചതിയോ തെറ്റോ എന്താണെന്ന് വെച്ചാൽ അത് പുനരെടുത്ത് നടക്കും. വിജിലൻസ് ഓൾറെഡി കേസെടുത്തിട്ടുള്ളതാണ്. അതേ കാര്യമില്ല, എല്ലാം ദളിതർക്ക് വേണ്ടി പട്ടികജാതിക്ക് വേണ്ടി എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുന്നവർ അത് ചോദിക്കേണ്ട ഒരു കേന്ദ്രത്തിൽ നിന്ന് അതിൻ്റെ ശക്തമായ ചോദ്യം ഉന്നയിക്കപ്പെടണം. അതിന് പരിഹാരം കണ്ടെത്താനും സാധിക്കണം.